ഖത്തറിൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പാർക്കുകളുണ്ട്. അതിലൊന്നാണ് കേട്ടോ സീറിംഗ് റോഡിനോട് തൊട്ടടുത്ത് കിടക്കുന്ന അൽ മുന്തസ പാർക്ക്. പാവിംഗ് ടൈൽസ് വിരിച്ച നല്ല വീതിയുള്ള ഒരുപാട് നടപ്പാതകളുണ്ട് ഇവിടെ. ഇപ്പോൾ വൈകുന്നേരം 4 മണി. സാധാരണ വീക്കെൻഡിൽ ഈ പാർക്കിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ അതുകൊണ്ട് തന്നെ ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സജ്ജീകരിച്ച ഒരുപാട് ഭാഗങ്ങൾ ഈ പാർക്കിനുള്ളിൽ കാണാം. ശുദ്ധമായ നല്ല തണുത്ത വെള്ളമാണ് ഇതിലൂടെ വരുന്നത്. കുറച്ച് നടന്നപ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണം. അതുകൊണ്ട് കയ്യും മുഖവും ഒന്ന് കഴുകിയപ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടി. ഇത് ഖത്തറിലെ തന്നെ ഏറ്റവും പഴയൊരു പാർക്കാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് പുതുക്കി പണിതതാണിത്. 1,40,000 ചതുരശ്ര മീറ്ററാണ് ഈ പാർക്കിൻ്റെ വിസ്തീർണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതേപോലുള്ള പാർക്കിലേക്ക് കയറാൻ വലിയ പ്രവേശന ഫീസ് ഉണ്ടാകില്ല എന്ന്. എന്നാൽ ഈ പാർക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ. അതെ, 100% പ്രവേശനം സൗജന്യമാണ്. ഈ നടപ്പാതകൾക്കരികിലായി ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ബെഞ്ച് സജ്ജീകരിച്ചിട്ടുണ്ട്. അതേപോലെ ബെഞ്ചുകൾക്ക് ചാരി തന്നെ വേസ്റ്റ് ബിന്നും കാണാം. രാത്രി ഈ പാർക്ക് കാണാൻ ഇതിലും മനോഹരമാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ പാർക്കിൻ്റെ വിസ്തീർണം 1,40,000 ചതുരശ്ര മീറ്ററാണെന്ന്. അതിൽ ഭൂരിഭാഗവും ഇതേപോലെ പച്ചപ്പരവതാനി വിരിച്ചിങ്ങാണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ദോഹയിലെ നമ്മുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് വേണമെന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ ഇവിടേക്ക് വരണം. രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. ശാന്തമായി സംസാരിച്ചിരിക്കാനും കുട്ടികളുമായി കളിച്ചു ചിരിച്ചു ഉല്ലസിക്കാനും ഇവിടെ ഇതിലും മികച്ച മറ്റൊരിടം വേറെങ്ങും കണ്ടെത്താനാകില്ല. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ താന്നു തുടങ്ങിയിട്ടുണ്ട്. അതിരാവിലെ ഈ പാർക്ക് വേറൊരു ലോകമായിരിക്കും. കുറച്ച് തണുത്ത കാറ്റുമേറ്റ് നടക്കുന്നവർ, ജോഗിങ് ചെയ്യുന്നവർ, ഹെഡ്ഫോണും വെച്ച് നടക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരെ കാണാം ഇവിടെ. നടക്കാനും ജോഗിങ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ മികച്ച ട്രാക്കുകളുണ്ട്. സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചെയ്യാനും ഇവിടെ വേറെ തന്നെ ട്രാക്കുകളുണ്ട്. 1119 മീറ്ററാണ് കേട്ടോ ഈ കാണുന്ന ജോഗിംഗ് ട്രാക്കിൻ്റെ ദൂരം. തൊട്ടടുത്ത് കാണുന്ന പെഡസ്ട്രിയൻ ട്രാക്കിനും ഏകദേശം അത്രത്തോളം തന്നെ ദൂരമുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറ്. അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ കുറച്ച് ബാരിക്കേഡ് പോലെ കാണുന്നില്ലേ, ഒരു കുന്നിൻ പ്രദേശം പോലെ. ഇതിന് താഴെയായിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പാർക്കിൻ്റെ ലേ ഔട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. ഒട്ടും കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ, അത് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഒരേ സമയം സ്വകാര്യതയും അതേസമയം ഓപ്പണായ സ്പേസും അനുഭവപ്പെടുന്നുണ്ട്. തൊട്ടപ്പുറത്തായി കുറച്ച് ഇന്ത്യൻ മൈനകൾ കൂട്ടം കൂടി നിൽക്കുന്നതും തർക്കിക്കുന്നതും കലഹിക്കുന്നതും കാണാം. വൈകുന്നേരത്തെ മുന്തസ പാർക്ക് ഒരു പാർക്ക് എന്നതിലുപരി ഒരു ലിവിങ് സോഷ്യൽ സ്പേസ് പോലെ ഫീൽ ചെയ്യും. ഈ ജോഗിംഗ് ട്രാക്കിനും നടപ്പാതക്കും തൊട്ടപ്പുറത്ത് തന്നെ ഒരു സൈക്കിൾ ട്രാക്ക് കൂടിയുണ്ട്. ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.